നമസ്കാരം സുഹൃത്തുക്കളെ, PSCVയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയതും പഴയതുമായ NCERTC ബുക്കുകൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസും മെയിൻസും കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ്. ഇതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് പ്രിലിംസിൻ്റെ കാര്യമാണ്. വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ NCERTCയിൽ നമുക്ക് തുടങ്ങാം. അതായത് തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് NCERTCയുടെ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ 6, 7, 8 ക്ലാസ്സുകളിൽ അവർ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 എഡിഷൻസ് ഉണ്ട്. അവർ പാസ്റ്റ് 1 എന്ന് പറയുന്നത് 6th, 7th അതിൻ്റെ 2nd, 8th വന്നിട്ട് അതിൻ്റെ 3rd എഡിഷൻ തന്നെ 2 പാർട്ടായിട്ടുണ്ട്. അങ്ങനെ 4 ബുക്കുകൾ കവർ ചെയ്യുമ്പോൾ ഏൻഷ്യൻ്റ് ടൈം മുതൽ പുതുതായിട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വരെയുള്ള ചാപ്റ്റേഴ്സ് അതിൽ വളരെ സിമ്പിളായിട്ട് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വായിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് കുറച്ച് ബുക്കുകളുണ്ട്. സോ ഞാനത് പരിചയപ്പെടുത്താം. സോ ഇത് +2-ൻ്റെ എല്ലാം തന്നെ +2-ൻ്റെ ബുക്കുകളാണ്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 3 ബുക്കുകളുണ്ട്. സോ ഇതതിൻ്റെ പ്രിൻ്റ് ചെയ്ത ഒരു ഫോമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. സോ തീംസ് 1-ൽ വരുമ്പോൾ അതിൽ സിവിലൈസേഷൻ ടൈം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തീംസ് 2-ൽ വരുമ്പോൾ മെഡീവൽ പാർട്സാണ് അവർ കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഭക്തി പ്രസ്ഥാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തീംസ് 3-ൽ വന്നിട്ട് കൊളോണിയൽ പീരീഡും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. സോ ഇത്രയും ബുക്കുകൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ NCERTCs വെച്ചിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വിഷയം ഒന്ന് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ കുറേയൊക്കെ കണ്ടൻസ് കിട്ടാതെ വരും. അങ്ങനെയുള്ള കണ്ടൻസ് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ +1, +2 ബുക്കുകൾ PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അത് കുറച്ചധികം കണ്ടൻറ്റ് നല്ല വിശദീകരിച്ച് പക്ഷേ വളരെ സിമ്പിളായിട്ട് രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓരോന്നും അറൗണ്ട് 150 to 200 പേജസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അവർ പാസ്റ്റിൻ്റെ 4 ബുക്കുകളുണ്ട്. അതുപോലെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് 3 ബുക്കുകളുണ്ട്. ഇതോടൊപ്പം വായിക്കേണ്ടത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ +1 and +2 ബുക്കുകൾ. ഇനി പഴയ NCERTCs ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, വളരെ ഡിഫിക്കൽട്ടായിരിക്കും. എന്നിരുന്നാലും ആക്സസ് ചെയ്യാൻ പറ്റുന്നവർക്ക് 8ാം ക്ലാസ്സിൻ്റെ ഒരു ഹിസ്റ്ററി ബുക്കുണ്ട്. ഇത് മോഡേൺ ഇന്ത്യയാണ് ബേസിക്കലി ഉള്ളത്. ഇത് 8ാം ക്ലാസ്സിൻ്റെ ബുക്കായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ബുക്കുകളുണ്ട്. ഓക്കെ, അത് ഒരെണ്ണം 9ാം ക്ലാസ്സിൻ്റെയും ഒരെണ്ണം 10ാം ക്ലാസ്സിൻ്റെയാണ്. ഇത് പഴയ സിലബസ് പ്രകാരം ചെയ്തിട്ടുള്ള പഴയ NCERTC. അതോടൊപ്പം തന്നെ മോഡേൺ ഇന്ത്യ, ഏൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവലിൻ്റെ +1 and +2 ബുക്കുകളുണ്ട്. അതിൽ ഏൻഷ്യൻ്റ് പാർട്ടും മെഡീവൽ പാർട്ടും +1-ലും ക്ലാസ് 11-ലും അതുപോലെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് ക്ലാസ് 12-ലുമാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബുക്കുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. നിങ്ങൾക്ക് പഴയ NCERTC ഏതൊക്കെ പുതിയ NCERTC ഏതൊക്കെ ഇതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ പഴയ NCERTC ആണെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ബുക്കുകളുടെ ആവശ്യമില്ല. പക്ഷേ പുതിയ NCERTC മാത്രം നിങ്ങൾക്ക് കിട്ടുന്നുള്ളെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബുക്ക് കൂടി ഒന്ന് വായിക്കുക. സോ അങ്ങനെയാകുമ്പോൾ കണ്ടൻറ്റ് പൂർണ്ണമായിട്ട് കിട്ടും. നിങ്ങൾക്ക് അതോടൊപ്പം റെഫർ ചെയ്യാൻ പറ്റുന്ന 2 ബുക്കുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. സ്പെക്ട്രം പബ്ലിക്കേഷൻ്റെ രാജീവ് ആഹിർ IPS എഴുതിയിട്ടുള്ള ഒരു ബുക്കും പിന്നെ ബിപാൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കും. NCERTCയുടെ ബുക്കുകൾ ഏതാണ് ഓരോ വിഷയത്തിനും വായിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. സോ അതെല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം വല്ലാതെ കൂടിപ്പോവും. അതുകൊണ്ട് ഓരോ വീഡിയോ ആയിട്ടായിരിക്കും ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്സ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം ഇനിയുമുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.